ഹായ് ഹലോ സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വർഷത്തെ ലാസ്റ്റ് വീഡിയോ ആണിത്. വളരെ കുറച്ച് പേരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു ചാനൽ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. വീഡിയോസ് കാണുന്ന എല്ലാ കുട്ടികൾക്കും അതുപോലെ തന്നെ സബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കുട്ടികൾക്കും ഒരുപാട് താങ്ക്സ്. ഈ ഒരു പുതുവർഷം എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ആകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. ഇലക്ട്രിക് കറണ്ടിൻ്റെ പാർട്ട് 4 വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലെറ്റ്സ് കൺസ്ട്രക്ട് എ ടോർച്ച്. ഒരു ടോർച്ച് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്കിനടുത്ത് നോക്കാം. ഒബ്സർവ് ദ സർക്യൂട്ട് ഇൻ ദ ഫിഗർ 7.21. ടാബ്ലറ്റ് ദ സിംബൽസ് ഓഫ് ദ അമ്മീറ്റർ ആൻഡ് വോൾട്ട് മീറ്റർ, ദർ യൂസസ് ആൻഡ് ഹൗ ദേ ആർ കണക്റ്റഡ് ഇൻ ദ സർക്യൂട്ട്. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ വോൾട്ട് മീറ്ററും അമ്മീറ്ററും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് സർക്യൂട്ടിൽ എങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്യുന്നത്, അതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ വോൾട്ട് മീറ്ററിൻ്റെയും അമ്മീറ്ററിൻ്റെയും യൂസസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വിട്ടുപോയ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ വോൾട്ട് മീറ്ററിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി എഴുതുന്നത് വോൾട്ട് മീറ്ററും എ എന്ന് പറയുന്നത് അമ്മീറ്ററുമാണ്. ഇനി വോൾട്ട് മീറ്ററിൽ നോക്കാം. ടു മെഷർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാനാണ് വോൾട്ട് മീറ്റർ ഉപയോഗിക്കുന്നത്. അമ്മീറ്റർ ഉപയോഗിക്കണതോ ഇലക്ട്രിക് കറണ്ട് അളക്കാൻ വേണ്ടിയിട്ടാണ്. ടു മെഷർ ഇലക്ട്രിക് കറണ്ട്. ഇനി വോൾട്ട് മീറ്ററിലെ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഇൻ പാരലൽ ടു ദ ഡിവൈസ്, അതായത് ഒരു സർക്യൂട്ടിൽ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നത് മറ്റുള്ള ഡിവൈസുകൾക്കെല്ലാം പാരലൽ ആയിട്ടാണ്. അമ്മീറ്റർ ആണെന്നുണ്ടെങ്കിലോ സീരീസ് ആയിട്ടേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇൻ സീരീസ് ടു ദ ഡിവൈസ് അമ്മീറ്റർ കേട്ടോ. ഇനി വോൾട്ട് മീറ്ററിൽ നോക്കാം. ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ വോൾട്ട് മീറ്റർ ഷുഡ് ബി കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ഓഫ് ദ സെൽ ആൻഡ് ദ നെഗറ്റീവ് ടെർമിനൽ ടു ദ നെഗറ്റീവ് ഓഫ് ദി സെൽ. അപ്പോൾ വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ സെല്ലിൻ്റെ പോസിറ്റീവുമായിട്ടും വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ സെല്ലിൻ്റെ നെഗറ്റീവ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അമ്മീറ്ററിൽ നോക്കാം. അമ്മീറ്ററും ഇതുപോലെ തന്നെയാണ്. അതായത് ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ അമ്മീറ്റർ ഷുഡ് ബി കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ഓഫ് ദ സെൽ ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ടു ദ നെഗറ്റീവ് ഓഫ് ദ സെൽ. അപ്പോൾ വോൾട്ട് മീറ്റർ ആയാലും അമ്മീറ്റർ ആയാലും ടെർമിനലൊക്കെ കണക്ട് ചെയ്യുന്നത് പോസിറ്റീവിനോടും നെഗറ്റീവിനോട് തന്നെയാണ്. Next, Ohm's law. Let's do an activity. Construct a circuit using 2 torch cells, an ammeter, a resistor and a switch as shown in figure 7.22. ഇവിടെ നമുക്ക് ഒരു ഫിഗറിൽ ഒരു 2 ബാറ്ററി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വിച്ച് തന്നിട്ടുണ്ട്, അമ്മീറ്റർ തന്നിട്ടുണ്ട്, റെസിസ്റ്റർ തന്നിട്ടുണ്ട്, വോൾട്ട് മീറ്റർ ഒക്കെ തന്നിട്ടുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രം തന്നിട്ടുണ്ട്. മെഷർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് കറണ്ട് ത്രൂ ദ സർക്യൂട്ട് ആൻഡ് ടാബുലേറ്റ്. റിപ്പീറ്റ് ദ ആക്ടിവിറ്റി ബൈ ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് സെൽസ് ഇൻ സീരീസ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് സെൽസിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്തിട്ട് വോൾട്ടേജും കറണ്ടൊക്കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ടേബിളിൽ ഞാൻ കുറച്ച് റീഡിങ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടൊന്ന് എഴുതി തരാം. അപ്പോൾ 3 സെല്ല് ഉപയോഗിക്കുമ്പോൾ വോൾട്ടേജ് 4.5ഉം 4 സെല്ല് ഉപയോഗിക്കുമ്പോൾ വോൾട്ടേജ് 6ഉം. ഇനി കറണ്ടിൻ്റെ അളവ് 0.3, 0.45, 0.6. ഇനി നമുക്ക് V/I കണ്ടുപിടിക്കണം. അതായത് 3/0.3 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. അതേപോലെ തന്നെ 4.5/0.45 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. 6/0.6 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. അപ്പോൾ V/I എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. വാട്ട് ചേഞ്ച് ഇൻ ദ വോൾട്ട് മീറ്റർ റീഡിംഗ്, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഒബ്സർവ്ഡ് വെൻ ദ നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസസ്. അതായത് നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വോൾട്ട് മീറ്റർ റീഡിങ്ങിന് എന്ത് ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻക്രീസസ് വെൻ ദ നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസസ്. ഇവിടെ ഞാൻ ആൻസറിൽ PD എന്ന് എഴുതിയേക്കുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഷോർട്ടാക്കിയിട്ടാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഒബ്സർവ്ഡ് വെൻ ദ കറണ്ട് ഇൻക്രീസസ്. അതായത് അമ്മീറ്റർ റീഡിങ് അല്ലെങ്കിൽ കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ എന്ത് ചേഞ്ചാണ് ഉണ്ടാകുന്നതെന്ന്. എന്താ പറയാം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓൾസോ ഇൻക്രീസസ്. ഈസ് ഇൻ ദ വാല്യൂ ഓഫ് V/I അപ്രോക്സിമേറ്റ്ലി ഈക്വൽ. അതായത് V/Iയുടെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം തുല്യമാണ് അല്ലേ. ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ആസ് ദ കറണ്ട് ഇൻക്രീസസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓൾസോ ഇൻക്രീസസ് ആൻഡ് V/I ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കറണ്ട് കൂടുന്നതിനനുസരിച്ചിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുന്നു. അതുപോലെ തന്നെ V/I എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ദാറ്റ് ഈസ് I പ്രൊപ്പോർഷണൽ V ഓർ V പ്രൊപ്പോർഷണൽ I. അതായത് ഐയുടെ വാല്യൂ കൂടുമ്പോൾ V കൂടും, അതുപോലെ തന്നെ V കൂടുതലാണെങ്കിലോ ഐയും കൂടും. അതാണ് പ്രൊപ്പോർഷണാലിറ്റി സൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. V ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു I.
Therefore, V by I is equal to a constant. This constant will be equal to resistance in the circuit. അപ്പോൾ ഈ ഒരു കോൺസ്റ്റൻറ്റ് സർക്യൂട്ടിലെ റെസിസ്റ്റൻസിന് തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ R, that is R is equal to V by I. അപ്പോൾ നമുക്ക് ഇനി ഒരു പ്രോബ്ലത്തിൽ R കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ V by I കണ്ടാൽ മതി. Resistance is the property of a conductor to oppose the flow of current through it. റെസിസ്റ്റൻസിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കുവാനുള്ള ആ കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടീനെയാണ് പറയുന്നത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഒന്ന് പ്രതിരോധിച്ച് നിർത്താം, റെസിസ്റ്റ് ചെയ്ത് നിർത്താം, അതിനാണ് പറയുന്നത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. The relation between potential difference and current in a circuit was formulated by the scientist George Simon Ohm. അതായത് ഒരു സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടും തമ്മിലുള്ള ആ ഒരു റിലേഷൻ കണ്ടെത്തിയത് ജോർജ് സൈമൺ ഓം എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. He realized that the resistance in a circuit varies as the temperature varies. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി എന്താ, ടെമ്പറേച്ചർ വാരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് സർക്യൂട്ടിലെ റെസിസ്റ്റൻസും വാരി ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കി. Ohm's law state that current through a conductor is directly proportional to the potential difference across the conductor when the temperature is constant. ഇവിടെ ഓംസ് ലോ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ഒരു കണ്ടക്ടറിലൂടെയുള്ള കറണ്ടിൻ്റെ അളവെന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വാട്ട് വിൽ ബി ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്? ഇനി റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് R is equal to V by I ആണ്. അപ്പോൾ നമുക്ക് യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് is equal to യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ യൂണിറ്റ് ഓഫ് കറണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? വോൾട്ടാണ് അല്ലേ. അതേപോലെ തന്നെ യൂണിറ്റ് ഓഫ് കറണ്ട് എന്ന് പറയുന്നത് ആംപിയർ ആണ്. അപ്പോൾ നമുക്ക് യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ത് എഴുതാം? വോൾട്ട് ബൈ ആംപിയർ എന്ന് എഴുതാം. ഇതിനെ പറയുന്നതാണ് ഓം എന്ന് പറയുന്നത്. അതായത് യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഓം. ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് വോൾട്ട് പെർ ആംപിയർ ഈസ് നോൺ ആസ് ഓം. ലാർജർ യൂണിറ്റ് സച്ച് എസ് കിലോ ഓം ആൻഡ് മെഗാ ഓം ആർ ഓൾസോ യൂസ്ഡ്. അതായത് 1 കിലോ ഓം എന്ന് പറയുന്നത് 10⁻³ ഓം ആണ്. 1 മെഗാ ഓം എന്ന് പറയുന്നത് 10�6 ഓം ആണ്. When current flows through a conductor, resistance is caused by the collision between free electrons and atoms in the conductor. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള കാരണത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആ കണ്ടക്ടറിലുള്ള ഫ്രീ ഇലക്ട്രോൺസും ആറ്റങ്ങളും തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടും. അങ്ങനെയാണ് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഹാപ്പൻസ് ടു ദ കറണ്ട് ത്രൂ എ സർക്യൂട്ട് വെൻ ദ റെസിസ്റ്റൻസ് ഇൻക്രീസ്? അതായത് ഒരു സർക്യൂട്ടിലെ റെസിസ്റ്റൻസിൻ്റെ അളവ് കൂടുകയാണെന്നുണ്ടെങ്കിൽ കറണ്ടിൻ്റെ അളവിന് എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന്. ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന്. എങ്ങനെയായിരിക്കും? ഡിക്രീസ് ആയിരിക്കും. അതായത് നമ്മളൊരു സർക്യൂട്ടിൽ കൂടെ കറണ്ട് പോകുന്ന സമയത്ത് കറണ്ടിനെ പിടിച്ച് തടുത്ത് നിർത്തണം അല്ലേ. തടുത്ത് നിർത്തുന്ന സമയത്ത് കറണ്ടിൻ്റെ അളവിന് എന്തായിരിക്കും സംഭവിക്കുക? കറണ്ടിന് പിന്നെ ഒഴുകാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അത് ഡിക്രീസ് ആയിരിക്കും ചെയ്യാം. വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ് എന്താണെന്ന്. എന്തായിരിക്കും? ഓം ആണ് റെസിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ്. കംപ്ലീറ്റ് ദ ടേബിൾ 7.8 based on the Ohm's law and draw a graph. Plot a graph by taking current on the x-axis and voltage on the y-axis. വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദ ഗ്രാഫ് ഒബ്റ്റൈൻഡ്? ഇതിനൊരു ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത് ഓം നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതായത് ഇവിടെ എക്സ് ആക്സിസിൽ കറണ്ടും വൈ ആക്സിസിൽ വോൾട്ടേജും എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം തന്നിരിക്കുന്ന വാല്യൂസ് അനുസരിച്ചിട്ട് ഗ്രാഫ് വരയ്ക്കാൻ. ഇവിടെ തന്നിരിക്കുന്ന ടേബിളിൽ ആദ്യത്തേൽ R കണ്ടുപിടിക്കണം, രണ്ടാമത്തേൽ I കണ്ടുപിടിക്കണം, മൂന്നാമത്തേൽ V കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തേത് കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ ആറാണ് കണ്ടുപിടിക്കേണ്ടത്. R is equal to V by I. V എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9, I എന്ന് പറഞ്ഞു 1, അതായത് 9/1 is equal to 9. രണ്ടാമത്തേൽ I ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ വന്നത് V by R ആണ്. ഇവിടെ V തന്നിട്ടുണ്ട് 3, Rൻ്റെ വാല്യൂ 6 ആണ്. അതായത് 3/6 is equal to 1/2, that is equal to 0.5 വരും. മൂന്നാമത്തെ കേസിൽ V ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ വരുന്നത് R ഇൻറ്റു I. R എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു I എന്ന് പറഞ്ഞാൽ 2. 3 ഇൻറ്റു 2 6. അപ്പോൾ ഞാൻ ഈ വാല്യൂസൊക്കെ ടേബിളിലൊന്ന് ആഡ് ചെയ്യാം. കണ്ടുപിടിച്ച വാല്യൂസൊക്കെ ടേബിളിൽ എഴുതിയിട്ടുണ്ട്. ആദ്യത്തേൽ 6 ആയിരുന്നു, 9 ഓം ആണ്. രണ്ടാമത്തേൽ I ആയിരുന്നു, 0.5 ആംപിയർ ആണ്. മൂന്നാമത്തേതിൽ V ആയിരുന്നു, 6 വോൾട്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കാം.
അപ്പോൾ ഇവിടെ എക്സ് ആക്സിസിൽ കറണ്ടും വൈ ആക്സിസിൽ വോൾട്ടേജും എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂസ് വെച്ച് നോക്കുമ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇവിടെ 0.5 വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എടുക്കുന്ന വാല്യൂസ് എപ്പോഴും അതിൻ്റെ ഇൻ്റർവെൽ എന്ന് പറയുന്നത് എല്ലാതും ഒരേപോലെ ആയിരിക്കണം. ഒന്ന് 0.5, നെക്സ്റ്റ് വരുന്നത് 1, പിന്നെ 1.5, 2, 2.5 അങ്ങനെ വരണം എക്സ് ആക്സിസിൽ. വൈ ആക്സിസിൽ 2, 4, 6, 8, 10 എന്നാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1, 2, 3, 4 അങ്ങനെ പറഞ്ഞ് വേണമെങ്കിലും കൊടുക്കാം. എന്നിട്ട് ഇനി വാല്യൂസൊക്കെ അടയാളപ്പെടുത്താം. 0.5 വന്നപ്പോൾ വിയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. അതേപോലെ തന്നെ I1 വന്നപ്പോൾ എത്ര വന്നു? 9 ആണ്. അതുപോലെ തന്നെ 2 വന്നപ്പോൾ 6. അപ്പോൾ അതെല്ലാം കൂട്ടി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫിഗറാണ് ഇവിടെ തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ആണ് റെസിസ്റ്റർ. Conductors used to introduce a certain resistance in a circuit are called resistors. Its symbol അടുത്ത് തന്നിട്ടുണ്ട്, 2 തന്നിട്ടുണ്ട് കേട്ടോ. റെസിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത റെസിസ്റ്റൻസ് ഒരു സർക്യൂട്ടിൽ ഉൾപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന കണ്ടക്ടറിനെയാണ് പറയുന്നത് റെസിസ്റ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ സിമ്പിളാണ് അവിടെ തന്നിരിക്കുന്നത്. Multimeter is a device used to measure the resistance of conductors directly. Potential difference, current, etc. can also be measured using it. കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് നേരിട്ട് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൾട്ടിമീറ്റർ. മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, കറണ്ട് തുടങ്ങിയവയും അളക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന്. മെഷർ ദ റെസിസ്റ്റൻസ് ഓഫ് ദ നിക്രോം വയർ യൂസ്ഡ് ഇൻ ദ ഇലക്ട്രിക് ഹീറ്റർ വിത്ത് എ മൾട്ടിമീറ്റർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഹീറ്റർ ഈസ് ടേൺഡ് ഓഫ്. മെഷർ അഗെയിൻ ആഫ്റ്റർ ഇറ്റ് കൂൾസ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഇലക്ട്രിക് ഹീറ്ററിൽ ഉപയോഗിക്കുന്ന നിക്രോം കമ്പിയുടെ റെസിസ്റ്റൻസ് ഹീറ്റർ ഓഫാക്കിയ ഉടനെയും അതുപോലെ തന്നെ തണുത്ത ശേഷവും മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ റീഡിങ് അളക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ വിച്ച് കേസ് ഈസ് റെസിസ്റ്റൻസ് ഹയർ. അപ്പോൾ ഏത് സിറ്റുവേഷനിലായിരിക്കും റെസിസ്റ്റൻസ് കൂടുതൽ ഉള്ളത് എന്ന്. ഹാവ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത് ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് കുറയുന്നു എന്ന്. അപ്പോൾ നമുക്കിവിടെ പറയാം റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എന്താ, ടെമ്പറേച്ചർ ആണെന്ന് പറയാം. ഡു എനി അതർ ഫാക്ട് ഇൻഫ്ലുവൻസ് റെസിസ്റ്റൻസ്. ഇനി മറ്റേതെങ്കിലും ഫാക്ടർ റെസിസ്റ്റൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു എക്സ്പെരിമെൻറ്റ് തന്നിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. അറേഞ്ച് എ സർക്യൂട്ട് ആസ് ഷോൺ ഇൻ ഫിഗർ 7.25. ഇവിടെ ഒരു സർക്യൂട്ട് ഡയഗ്രം തന്നിട്ടുണ്ട്. സി ഡി ഈസ് എ നിക്രോം വയർ ഓഫ് 40 സെൻറ്റിമീറ്റർ ലോങ്. 40 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു നിക്രോം കമ്പിയാണ് സി ഡി എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ തന്നിരിക്കുന്നതാണ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ. ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇ എഫ് ഇസ് എ നിക്രോം വയർ ഹാവിങ് ദി സെയിം ലെങ്ത് ആൻഡ് ട്വൈസ് ദ തിക്നെസ് ഓഫ് സി ഡി. ഇനി ഇ എഫ് എന്ന് പറയുന്നത് നിക്രോം വയറിൻ്റെ അതേ ലെങ്ത്, അതായത് 40 സെൻറ്റിമീറ്റർ നീളമുണ്ട്. പക്ഷേ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് നിക്രോമിൻ്റെ കമ്പിയേക്കാളും കുറച്ചും കൂടി ട്വൈസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ചുകൂടി തിക്നെസ് കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജി എച്ച് ഈസ് എ കോപ്പർ വയർ ഓഫ് ദ സെയിം ലെങ്ത് ആൻഡ് ഡയാമീറ്റർ ആസ് സി ഡി. ഇനി ഇവിടെ ജി എച്ച് എന്ന് പറയുന്നത് ഒരു കോപ്പറിൻ്റെ വയറാണ്. സി ഡിയുടെ അതേ നീളവും വണ്ണവും ഉള്ള ഒരു കോപ്പർ വയറാണ് സി ഡി. ദേ ആർ സ്ക്രൂഡ് ഓൺ എ വുഡൻ ബോർഡ്. ഇതെല്ലാം ഒരു മരപ്പലകയിൽ സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എം ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് ദ നിക്രോം വയർ സി ഡി. സി ഡി എന്ന് പറയുന്ന നിക്രോം വയറിൻ്റെ മിഡ് പോയിൻ്റ് ആണ് എം. J is the free end of the conductor whose other end is connected to the negative terminal of the battery as shown in figure 7.25. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കണ്ടക്ടറിൻ്റെ J എന്ന ഫ്രീ എൻഡ് എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ടച്ച് ദ ഫ്രീ എൻഡ് J to M, D, F and H on after the other. ആ ഫ്രീ ആയിട്ടുള്ള എൻഡ് M, D, F, H എന്നീ പോയിന്റുകളിൽ മാറി മാറി ടച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒബ്സർവ് ദ ചേഞ്ചസ് ഇൻ ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഓഫ് ദ ബൾബ് ആൻഡ് അമീറ്റർ റീഡിംഗ്. അതിനുശേഷം ആ ടച്ച് ചെയ്തതിന് ശേഷം അമീറ്റർ റീഡിങ്ങും അതുപോലെ തന്നെ ബൾബിൻ്റെ ഇൻറ്റൻസിറ്റിയൊക്കെ നിരീക്ഷിച്ചിട്ട് അത് ആ ടേബിളിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്.
എക്സ്പെരിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ഫ്രീ എൻഡ് ആയിട്ടുള്ള ജെ എം എന്ന് പറയുന്ന പോയിന്റിൽ വെക്കുമ്പോൾ അമ്മീറ്റർ റീഡിങ് 0.5 ആംബിയർ ആയിട്ട് എടുക്കാം. ഡിയിലേക്ക് വരുമ്പോൾ അത് 0.25 ആംബിയർ, എഫിൽ 0.5 ആംബിയർ, എച്ചിൽ 0.75 ആംബിയർ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊരു വാല്യൂ തന്നതാണ് കേട്ടോ. ഇൻ ഓൾ കേസസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈഡ് അക്രോസ് ദ സർക്യൂട്ട് ഈസ് ദ സെയിം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാ സിറ്റുവേഷനിലും സർക്യൂട്ട് നൽകിയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ആണ്. അക്കോർഡിംഗ് ടു ഓംസ് ലോ വി ഈക്വൽ ടു ഐ ആർ. നമുക്കറിയാം ഓംസ് ലോ അനുസരിച്ചിട്ട് വി ഈക്വൽ ടു ഐ ആർ ആണെന്ന് അറിയാം. ഈസ് ഇൻ ദ ചേഞ്ച് ഇൻ ദ അമ്മീറ്റർ റീഡിംഗ് ആട്രിബ്യൂട്ടഡ് ടു ദ ചേഞ്ച് ഇൻ ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. ഓംസ് ലോ അനുസരിച്ചിട്ട് വി ഈക്വൽ ടു ഐ ആർ ആണ് അല്ലേ. അപ്പോൾ അതിനാൽ അമ്മീറ്റർ റീഡിങ്ങിൽ വന്ന മാറ്റങ്ങൾക്ക് കാരണം എന്ന് പറയുന്നത് കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിൽ വന്ന മാറ്റമാണ് അല്ലേ. അതായത് ഓരോ പോയിന്റിലും നമുക്ക് അമ്മീറ്റർ റീഡിങ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിന് കാരണം പറയുന്നത് എന്താ, റെസിസ്റ്റൻസിലുള്ള മാറ്റം കൊണ്ടാണ് അമ്മീറ്റർ റീഡിങ്ങിൽ ഇതുപോലെ ചേഞ്ചസ് വരുന്നത്. ഇൻ വിച്ച് സിറ്റുവേഷൻ ഈസ് ദ അമ്മീറ്റർ റീഡിങ്, അതായത് കറണ്ട് ദ ലീസ്റ്റ്, അതായത് ഏത് സിറ്റുവേഷനിലാണ് അമ്മീറ്റർ റീഡിങ് അല്ലെങ്കിൽ കറണ്ട് ഏറ്റവും കുറവ് വന്ന സിറ്റുവേഷൻ ഏതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ദ കറണ്ട് ഈസ് സ്മോളസ്റ്റ് വെൻ പോയിന്റ് ഡി ടച്ചസ് ജെ. അപ്പോൾ ജെ എന്ന് പറയുന്ന ആ ഒരു ഫ്രീ എൻഡ് ഡി എന്ന് പറയുന്ന പോയിന്റിൽ ടച്ച് ചെയ്യുമ്പോഴാണ് അമ്മീറ്റർ റീഡിങ് ഏറ്റവും കുറവായിട്ട് വരുന്നത്. വാട്ട് ഈസ് ദ റീസൺ? അതിൻ്റെ റീസൺ നമുക്ക് എന്ത് പറയാം, മോർ റെസിസ്റ്റൻസ്. വാട്ട് ഹാപ്പൻസ് ടു ദ റെസിസ്റ്റൻസ് ആസ് ദ ലെങ്ത് ഓഫ് ദ സെയിം കണ്ടക്ടർ ഇൻക്രീസസ്? ഒരു കണ്ടക്ടറിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസിന് എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന്. റെസിസ്റ്റൻസ് ഇൻക്രീസസ്. വാട്ട് ഹാപ്പൻസ് ടു ദ റെസിസ്റ്റൻസ് ആസ് ദ തിക്നെസ് ഓഫ് ദ സെയിം കണ്ടക്ടർ ഇൻക്രീസസ്? ഒരു കണ്ടക്ടറിൻ്റെ തിക്നെസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കുന്നു? റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നു. വിച്ച് ഹാസ് മോർ റെസിസ്റ്റൻസ്, നിക്രോം ഓർ കോപ്പർ ഹാവിങ് ദി സെയിം ലെങ്ത് ആൻഡ് തിക്നെസ്? ഏതിനായിരിക്കും, അതായത് ഒരേ നീളവും വണ്ണവുമുള്ള നിക്രോമിനാണോ കോപ്പറിനാണോ റെസിസ്റ്റൻസ് കൂടുതലെന്ന്? ഏതിനായിരിക്കും വരുന്നത്? നിക്രോമിനായിരിക്കും. ബേസ്ഡ് ഓൺ ദീസ് ആക്ടിവിറ്റീസ് റൈറ്റ് ഡൗൺ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ കൊടുത്തിരിക്കുന്നുണ്ട്. നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ കണ്ടക്ടർ, അതായത് ഒരു കണ്ടക്ടർ നിർമ്മിച്ച ആ ഒരു പദാർത്ഥത്തിൻ്റെ ആ ഒരു സ്വഭാവം. തിക്നെസ് ഓഫ് ദ കണ്ടക്ടർ, പിന്നെ പറയുന്നത് കണ്ടക്ടറിൻ്റെ തിക്നെസ്, ആ ഒരു വണ്ണം. പിന്നെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം ലെങ്ത് ഓഫ് ദ കണ്ടക്ടറും അതുപോലെ തന്നെ ടെമ്പറേച്ചറും. ഇനി നമുക്കിതിനൊരു കൺക്ലൂഷൻ വേണം അല്ലേ. അതായത് ഇറ്റ് ഈസ് നൗ അണ്ടർസ്റ്റുഡ് ദാറ്റ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഇൻക്രീസസ് ആസ് ദ ലെങ്ത് ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ് ആസ് ദ ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷൻ ഇൻക്രീസസ്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് നീളം കൂടുമ്പോൾ ആ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നുവെന്നും അതേപോലെ തന്നെ വണ്ണം തിക്നെസ് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നുവെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ അല്ലേ, അതൊന്ന് അടയാളപ്പെടുത്തി വെച്ചോട്ടോ. അത് എക്സാമിന് ചിലപ്പോൾ ഒന്ന് ചോദിക്കാനുള്ള വകുപ്പുണ്ട് കേട്ടോ. ഇനി ഇവിടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ സബ്സ്റ്റൻസിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഡിഫറെൻറ്റ് സബ്സ്റ്റൻസസ് ഓൾസോ ഹാവ് ഡിഫറെൻറ്റ് റെസിസ്റ്റൻസ്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസിൻ്റെ റെസിസ്റ്റൻസും ഡിഫറെൻ്റ് ആയിരിക്കും നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കൺസിഡർ വയേഴ്സ് ഓഫ് നിക്രോം, ടങ്സ്റ്റൺ, കോപ്പർ, അലൂമിനിയം ആൻഡ് സിൽവർ ഓഫ് ദ സെയിം ലെങ്ത് ആൻഡ് തിക്നെസ്. അപ്പോൾ ഇവിടെ നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒരേപോലെ നീളവും അതേപോലെ തന്നെ തിക്നെസ്സുമുള്ള കുറച്ച് വയേഴ്സ്, അതായത് നിക്രോം, ടങ്സ്റ്റൺ, കോപ്പർ, അലൂമിനിയം, സിൽവർ ഇതൊക്കെ കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എമംഗ് ദീസ് നിക്രോം ആൻഡ് ടങ്സ്റ്റൺ ഹാവ് റിലേറ്റീവ്ലി ഹൈ റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നവയിൽ നിക്രോമിനും ടങ്സ്റ്റണ്ണും റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. വൈൽ അലൂമിനിയം ആൻഡ് കോപ്പർ ഹാവ് വെരി ലോ റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസ് കുറവ് വരുന്നത് അലൂമിനിയത്തിനും കോപ്പറിനുമാണ്. സിൽവർ ഹാസ് ദ ലീസ്റ്റ് റെസിസ്റ്റൻസ്. സിൽവറിനാണ് ഏറ്റവും റെസിസ്റ്റൻസ് കുറവായിട്ടുള്ളത്. ഇനി ഇവിടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് റിയോസ്റ്റാറ്റിനെ കുറിച്ചാണ്. ആസ് ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ഇൻക്രീസസ് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ഇറ്റ്സ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇറ്റ്സ് റെസിസ്റ്റൻസ് ഓൾസോ ഇൻക്രീസസ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കണ്ടക്ടറിൻ്റെ തിക്നെസ്സിൽ മാറ്റമില്ലാതെ നീളം വർദ്ധിപ്പിക്കുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് വർദ്ധിക്കുന്നു എന്ന്. എ റിയോസ്റ്റാറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് വർക്ക്സ് ഓൺ ദിസ് പ്രിൻസിപ്പിൾ. അപ്പോൾ റിയോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഉപകരണം ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്നതാണ്.
While doing electric experiments in school labs, a rheostat is connected to a circuit to vary the current as needed. The symbol of a rheostat is റിയോസ്റ്റാറ്റിൻ്റെ സിമ്പിൾ ചോദിക്കാറുണ്ട് കേട്ടോ, അതൊന്ന് വരയ്ക്കാൻ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്കൂൾ ലാബുകളിലൊക്കെ നമ്മുടെ കറണ്ടുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ ആവശ്യാനുസരണം കറണ്ടിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് സർക്യൂട്ടിൽ റിയോസ്റ്റാറ്റ് ഉൾപ്പെടുത്താറുണ്ട് എന്ന്. Construct a circuit connecting a rheostat as shown in figure 7.26. Move the sliding contact S of the rheostat steadily and observe the change in intensity of light of the bulb. അപ്പോൾ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്, ആ ഒരു സർക്യൂട്ടിലെ റിയോസ്റ്റാറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എസ് എന്ന് പറയുന്ന ഭാഗത്തിന് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. അത് മൂവ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കറണ്ടിൻ്റെ വാല്യൂസിൽ മാറ്റങ്ങളൊക്കെ വരുത്തുന്നത്. അപ്പോൾ കറണ്ടിൻ്റെ വാല്യൂസിൽ മാറ്റം വരുന്നതനുസരിച്ചിട്ട് ബൾബിൻ്റെ ഇൻറ്റൻസിറ്റിയിലും മാറ്റം വരും കേട്ടോ. വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ റിയോസ്റ്റാറ്റ്? ഇനി ഇവിടെ റിയോസ്റ്റാറ്റിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. റിയോസ്റ്റാറ്റിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് തന്നെയാണ്. അതായത് as the length of the conductor increases without any change in its area of cross section, its resistance also increases. ഇതാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ കേട്ടോ. നെക്സ്റ്റ് വർക്കിംഗ് ഓഫ് എ റിയോസ്റ്റാറ്റ്. ഒബ്സർവ് ദ ഫിഗർ 7.27. എ ബി എന്ന് പറയുന്നത് ഹൈ റെസിസ്റ്റൻസ് വയർ വോണ്ട് അറൗണ്ട് എ പൈപ്പ് വിച്ച് ഈസ് ആൻ ഇൻസുലേറ്റർ. ഇവിടെ എ ബി എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്റർ ആയിട്ടുള്ള ഒരു പൈപ്പിൽ ചുറ്റിയ റെസിസ്റ്റൻസ് കൂടിയ ഒരു കമ്പിയുടെ ഒരു ചുരുളാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ ഡി സി എന്ന് പറയുന്നത് മെറ്റൽ റോഡ് ഹാവിങ് വെരി ലോ റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ എന്താ, അത് വളരെ റെസിസ്റ്റൻസ് കുറഞ്ഞിട്ടുള്ള ഒരു മെറ്റൽ റോഡാണ് ഡി സി എന്ന് പറഞ്ഞിരിക്കുന്നത്. എസ് എന്ന് പറയുന്നത് ഒരു സ്ലൈഡിങ് കോണ്ടാക്റ്റ് ആണ്, അതാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. കറണ്ട് ഫ്ലോയിങ് from A passes through the coil and reaches the end C through S. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എയിൽ നിന്നും ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആ കമ്പിയുടെ ചുരുളിലൂടെ കടന്നിട്ട് എസ് വഴി സി എന്ന് പറയുന്ന എൻഡിലെത്തുന്നു. As the sliding contact S is moved from D to C of the metal rod. ഇനി മെറ്റൽ റോഡിൻ്റെ ഡി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും സി എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമുക്ക് എസ്സിനെ മൂവ് ചെയ്യാൻ സാധിക്കും. ദ ലെങ്ത് ഓഫ് ദ കോയിൽ ത്രൂ വിച്ച് ദ കറണ്ട് പാസസ് വാരീസ്. അപ്പോൾ കറണ്ട് കടന്നു പോകുന്ന ആ കോയിലിൻ്റെ ലെങ്ത്തിൽ വ്യത്യാസം വരുന്നു. ആസ് ദ റിസൾട്ട് ദ റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട് ആൻഡ് ഹെൻസ് ദ കറണ്ട് ക്യാൻ ബി ചേഞ്ച്ഡ് ആസ് ആൻഡ് വെൻ റിക്വയർഡ്. അപ്പോൾ ഇത് മൂലം നമുക്ക് സർക്യൂട്ടിലെ റെസിസ്റ്റൻസും അതുപോലെ തന്നെ കറണ്ടും ആവശ്യാനുസരണം മാറ്റാൻ സാധിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ആ കോയിലിൻ്റെ ലെങ്ത്തിൽ വേരിയേഷൻ വരും. അങ്ങനെ ഒരു വേരിയേഷൻ വരുമ്പോൾ നമുക്ക് എന്തായിരിക്കും സംഭവിക്കുക, കറണ്ടും അതുപോലെ തന്നെ റെസിസ്റ്റൻസും മാറ്റാൻ സാധിക്കുന്നു. അതായത് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ എസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കറണ്ടും റെസിസ്റ്റൻസൊക്കെ അതിൻ്റെ വാല്യൂസിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് പറഞ്ഞിരിക്കുന്നത്. A rheostat has 100 turns of resistance wire. The resistance of one turn is 0.15 ohm. Then, which of the following values of resistance cannot be included in a circuit using this rheostat? Justify your answer. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു റിയോസ്റ്റാറ്റിൽ ഒരു റെസിസ്റ്റൻസ് വയറിൻ്റെ 100 ടേൺസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ടേൺസിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.15 ഓം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിയോസ്റ്റാറ്റ് ഉപയോഗിച്ചിട്ട് ഒരു സർക്യൂട്ടിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത റെസിസ്റ്റൻസിൻ്റെ വാല്യൂ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, അതായത് 4 ഓം. അതായത് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.15 ആണ് അല്ലേ. അപ്പോൾ ആ 0.15ൻ്റെ മൾട്ടിപ്ലൈഡ് വാല്യൂസ് മാത്രമേ നമുക്കിതിൽ റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൽ ഒട്ടും കൺസിഡർ ചെയ്യാൻ പറ്റാത്തൊരു വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് അടക്കാം. എ റിയോസ്റ്റാറ്റ് കനോട്ട് ഇൻക്ലൂഡ് എനി വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ 0 ആൻഡ് മാക്സിമം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു റിയോസ്റ്റാറ്റ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ വാല്യൂസ് 0 മുതൽ മാക്സിമം വരെ നമുക്ക് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഉൾപ്പെടുത്താൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ റിയോസ്റ്റാറ്റ് ഇൻക്ലൂഡ് 1 കോയിൽ 2 കോയിൽ എക്സെട്ര വെൻ ദ സ്ലൈഡിങ് കോണ്ടാക്റ്റ് മൂവ്. ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ആ സ്ലൈഡിങ് മുകളിലുള്ള എസ് എന്ന് പറയുന്ന ആ ഒരു സ്ലൈഡിങ് ഉണ്ടല്ലോ, അത് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കോയിലുകളുടെ എണ്ണം മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. 1 കോയിൽ 2 കോയിൽ 3 കോയിൽ എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഓൺലി റെസിസ്റ്റൻസ് ദാറ്റ് ആർ മൾട്ടിപ്ലൈസ് ഓഫ് ദ റൗണ്ട് റെസിസ്റ്റൻസ് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഹിയർ ദ മൾട്ടിപ്ലൈസ് ഓഫ് 0.15. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിൻ്റെ മൾട്ടിപ്ലൈഡ് വാല്യൂസ് മാത്രമേ നമുക്കിതിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ആൻസർ 4 ഓമാണ് വരുന്നത്.
ഇതോടുകൂടി ഈ ഒരു പാട്ട് ഞാനവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി കുറച്ചും കൂടി എടുക്കാനുള്ളൂ. അതിൽ കുറേ പ്രോബ്ലംസ് വരുന്ന കാരണം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.